കൂട്ടുകാരെ ഹാപ്പിയാണോ? അങ്ങനെയെങ്കിലും ഒന്ന് ചിരിച്ചേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന വിനോയ് പാസ്റ്റർ, ഇവിടെയുള്ള ഹോപ്പ് ഗിവേഴ്സ് മിഷൻ്റെ എൻ്റെ സ്നേഹിതരായ പ്രിയപ്പെട്ടവർ, ബേബിച്ചായൻ, ജിനിച്ചാൻ, വിനുച്ചാൻ, ഫെബച്ചിച്ചി, മറ്റെല്ലാ സതീഷ് പാസ്റ്റർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇവിടെയുള്ള കൂട്ടുകാർക്കും എൻ്റെ സ്നേഹവന്ദനം. ഹാപ്പിയാണോ? ആർ യു റെഡി? യെസ്. നമ്മുടെ VBSൻ്റെ തീം എന്താണ്? മൈ കോമ്പസ്. ഇന്ന് നമ്മുടെ VBSന് എത്ര ദിവസമാണ്? 4. ഇനി എത്ര ദിവസം കൂടെ ഉണ്ട്? തീരുവാണോ? ഇത് തീരുവാണോ? വിഷമയില്ലേ? ഒന്ന് കരഞ്ഞേ, ഒന്ന് കരഞ്ഞേ. VBS തീരുവാടേ. ഓക്കെ, അപ്പോൾ നമ്മൾ തുടർന്നൊരു പ്രോഗ്രാം കാണാൻ വേണ്ടി പോവാണ്. റെഡിയാണോ? അപ്പോൾ ഞാനിങ്ങനെ കൈ ഉയർത്തും, നിങ്ങൾ പരമാവധി ശബ്ദം എടുക്കണേ. ശബ്ദം എടുത്തേ. ഞാനിങ്ങനെ 4 വിരൽ കാണിക്കും, നിങ്ങൾ ശബ്ദം അല്പം കൂടെ കുറയ്ക്കണേ, കുറച്ച്. അപ്പോൾ ഇങ്ങനെ ഒരു വിരൽ കാണിക്കുമ്പോൾ എന്ത് ചെയ്യണം? പരമാവധി കുറയ്ക്കണം കേട്ടോ. കുറച്ച് ഇങ്ങനെ കാണിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒട്ടും ശബ്ദം ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, നിങ്ങൾ എത്രത്തോളം ശബ്ദം എടുക്കാൻ അറിയുമെന്നുള്ള ഒരു പരീക്ഷണമാണ് കേട്ടോ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇതുപോലെ ഇരുന്നോണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം മക്കളെ. ആർ യു റെഡി? യെസ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നന്നായി ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രമേ നമ്മുടെ മാജിക് അല്ല ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ചെയ്യത്തുള്ളൂ. അപ്പോൾ റെഡിയാണോ കൂട്ടുകാർ? അപ്പം ഞാൻ നിങ്ങളൊന്ന് വിളിക്കാൻ പോവാണ്. കൂട്ടുകാരെ ഒന്ന് വിളിക്കും, വിളി കേൾക്കണം. റെഡിയാണോ? എങ്ങനെ സാധാരണ നമ്മുടെ വീട്ടിൽ അമ്മമാരൊക്കെ വിളിക്കും, വിളി കേൾക്കുന്നത് എങ്ങനെയാണ്? മോനേന്ന് വിളിക്കും, നമ്മൾ വിളി കേൾക്കുന്നത് എങ്ങനെയാണ്? എന്തോന്നല്ലേ? ഒന്ന് വിളി കേട്ടെ മക്കളെ, കൂട്ടുകാരെ. അപ്പം ഞാൻ എങ്ങനെ വിളിക്കുന്നു അതുപോലെ വിളി കേൾക്കണം. ഞാൻ പതുക്കെ വിളിച്ചാൽ പതുക്കെ, ഉറക്കെ വിളിച്ചാൽ, ഞാൻ ദേഷ്യപ്പെട്ട് വിളിച്ചാൽ, ഞാൻ കരുതുകൊണ്ട് വിളിച്ചാൽ. യെസ്. റെഡിയാണോ? ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം. കൂട്ടുകാരെ സാറേ, ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും സ്മാർട്ടായിട്ടുള്ള, മിടുക്കരായിട്ടുള്ള, സുന്ദരമായിട്ടുള്ള കൂട്ടുകാരെ ഞാൻ മറ്റെങ്ങും കണ്ടിട്ടില്ല. എൻ്റെ സ്വന്തം നാട്ടിലാണെന്നുള്ളത് അഭിമാനിക്കുകയാണ്. ആർ യു റെഡി? യെസ്. അപ്പോൾ ഇന്ന് എന്നോട് സാറ് പറയും, ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത് ഇന്ന് പപ്പറ്റ് ഷോ ഉണ്ടെന്നുള്ളത്. ഞാൻ അറിഞ്ഞില്ല സാറേ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളെ കാണാൻ വേണ്ടി മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങളെ കാണാൻ വേണ്ടി ഒരു അതിഥി വരുന്നുണ്ട്. കാണണോ? അപ്പോൾ നമ്മൾ വിളിക്കാൻ പോവാണ്. ഇങ്ങനെ ബസ് കയറി അവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിളിക്കാൻ പോവാണ്. അയ്യോ, ആരാന്ന് പറഞ്ഞില്ലല്ലേ? അപ്പം ഞാൻ ഒരു പേര് പറയാം, ഒരു ക്ലൂ തരാൻ പോവാണ്. ഒരു മിടുക്കിയ ഒരു കൂട്ടുകാരിയാണ്. എന്താണ്? മിടുക്കിയ ഒരു കൂട്ടുകാരിയാണ്. അപ്പോൾ ഞാനൊരു ക്ലൂ തരാൻ പോവാണ് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോണം. ഈ കൂട്ടുകാരിയുടെ പേരിൽ 2 അക്ഷരമുണ്ട്. എത്ര അക്ഷരമുണ്ട്? 2 അക്ഷരം. അപ്പോൾ ഞാൻ ഒരു ക്ലൂ തരാൻ പോകുന്നത്, കൃത്യമായിട്ട് പറയുന്ന ടീമിന് 1000 പോയിൻ്റ് തരാൻ പോകണം. റെഡിയാണല്ലോ? യെസ്. ഈ കൂട്ടുകാരിയുടെ പേരിൽ എത്ര അക്ഷരമുണ്ട്? 2 അക്ഷരം. ആദ്യത്തെ അക്ഷരം സൂപ്പർ മാർക്കറ്റിലുണ്ട്, തട്ടുകടയിലില്ല. കിട്ടിയോ? രണ്ടാമത്തെ അക്ഷരം സിപ്പപ്പിലുണ്ട്, ഐസ്ക്രീമിലില്ല. അങ്ങനെയെങ്കിൽ ആരായിരിക്കും? ബുദ്ധിയുള്ളവരെന്ന് ചിന്തിച്ചേ. സൂപ്പർ മാർക്കറ്റിലുണ്ട്, തട്ടുകടയിലില്ല. സിപ്പപ്പിലുണ്ട്, ഐസ്ക്രീമിലില്ല. ഐസോ? ഇനിയും പറയാം, ക്ലൂ തരാം. ഈ കൂട്ടുകാരുടെ പേരിൻ്റെ ആദ്യ അക്ഷരം തുടങ്ങുന്നത് സൂവിലാണ്. പറഞ്ഞോ? സുനാമിയോ? കൂട്ടുകാരുടെ പേരാണ്. എന്താണ്? സൂസനല്ല. 2 അക്ഷരം. പറഞ്ഞു. മോൻ്റെ എന്താ? സൂസി ആണോ? നല്ലൊരു കൈഡി കൊടുത്തേ. യേസ്. മോൻ്റെ പേരെന്താണ്?
മോൻ്റെ പേര് സൂസി എന്നാണോ? വാവ്, സൂപ്പർ, നല്ലൊരു ഗൈഡ് അല്ലേ? വിഘ്നേശ്വരൻ. അപ്പോൾ വിഘ്നേശ്വരന് പറഞ്ഞു നല്ലൊരു ഗൈഡ് കൊടുത്തേ. അപ്പം നമ്മൾ ഓക്കെ, വിഘ്നേശ്വരൻ ഓടി വന്നേ. വിഘ്നേശ്വരൻ നല്ലൊരു ഗിഫ്റ്റ്, ഓക്കെ, കൊടുക്കാം. വിഘ്നേശ്വരൻ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. പക്ഷേ ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയുള്ള ഗിഫ്റ്റാണ്. സാധാരണ ഇവിടെയൊക്കെ നമ്മൾ കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയാവോ? ലോകത്തിലുള്ള ഏത് ഭാഷയും എഴുതാൻ കഴിയും ഇതുകൊണ്ട്. പക്ഷേ അത് നമ്മൾ എഴുതാൻ അറിയണമെന്ന് മാത്രം. വിഘ്നേശ്വരൻ അറിയാവോ? അറിയത്തില്ല. അപ്പോൾ എല്ലാ ഭാഷയും പഠിക്കണം, നന്നായിട്ട് എഴുതണം. ഗോഡ് ബ്ലെസ് യു. യെസ്, കൺഗ്രാജുലേഷൻ. പോയിരുന്നു. അപ്പോൾ നമ്മൾ വിളിക്കാൻ പോവാണ്. ആ കൂട്ടുകാരെ വിളിക്കാൻ പോകാൻ റെഡിയാണോ? കൂട്ടുകാരുടെ പേര് സൂസി എന്നാണ്. എന്താണ്? അപ്പോൾ ഒന്ന് ഉറക്കെ വിളിച്ച്. ഇവിടെയുണ്ടോ? അയ്യോ, ഇവിടെയുണ്ടോ? അയ്യോ, നമ്മുടെ ആൻറ്റിയുടെ പേര്. അപ്പോൾ ആൻറ്റിക്ക് നല്ലൊരു ഗൈഡ് കൊടുത്തേ. യെസ്. അപ്പോൾ ആൻറ്റിയെപ്പോലെ തന്നെയുള്ളൊരു മിടുക്കി കൂട്ടി, ഒരു കൊച്ചു കൂട്ടുകാരിയാണ്. അപ്പോൾ നമ്മൾ വിളിക്കാൻ പോവാണ്. റെഡിയാണോ? അപ്പോൾ സൂസി ഭയങ്കര വികൃതിയാണ്, കുസൃതിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, വഴക്കൊന്നും ഉണ്ടാക്കരുത്. റെഡിയാണല്ലോ? അപ്പോൾ നമ്മൾ ഒരുമിച്ച്. അയ്യോ, പറയാൻ മറന്നു, സൂസിയെ വെറുതെ വിളിച്ചാൽ വരത്തില്ല. സൂസിയെ നമ്മളൊരു പാട്ടിലൂടെ വിളിക്കാൻ പോകണം. റെഡിയാണോ? ഒന്ന് പാടാൻ തൊണ്ടയ്ക്ക് ശരിയായിക്കേ. സാ സാ, കുറച്ച് സ്വീറ്റായിട്ടൊക്കെ പാട്. സാ സാ, അങ്ങനെ പാടരുത്, ഇച്ചിരി സ്വീറ്റായിട്ട് പാട്. സാ, അതേ പിച്ചിൽ സൂ. മതി, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പാടാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. പാടാം. സൂസി വാവായോ മോളെ, സൂസി വാവായോ. അയ്യോ, നമ്മുടെ ഈ സൂസി അല്ല, ഈ സൂസി ആൻറ്റി അല്ല, വേറൊരു മിടുക്കി കുട്ടിയായിരുന്നു. സൂസി ആൻറ്റിയെ പോലെ സുന്ദരിയായൊരു സൂസിയാണ് വരുന്നത്. അപ്പോൾ ഒന്ന് വിളിച്ചെല്ലാവരും പാടിക്കേ. സൂസി. യേസ് സാറേ, അവിടെ എത്തിയല്ലേ? അപ്പോൾ നമ്മൾ വിളിക്കാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോണം. ഒരു കാര്യം, എല്ലാ കൂട്ടുകാരും കണ്ണടച്ചേ. എല്ലാവരും കണ്ണടച്ചേ. കണ്ണടച്ചോ, കണ്ണടച്ചോ. നമ്മൾ സത്യസന്ധരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം, കള്ളം പറയരുത്. അപ്പോൾ കണ്ണടച്ചോ. അങ്ങനെയെങ്കിൽ ഇത് എത്രയാണ് എൻ്റെ കയ്യിൽ? 5. നിങ്ങൾ ഇത്രത്തോളം സത്യസന്ധരാണെന്ന് എനിക്ക് മനസ്സിലായി. 6. ഒരു വിരൽ. ഇതെത്രയാണ്? 3. സാറേ, ഇവർക്ക് കണ്ണടച്ചാലും കാണാനുള്ള കഴിവുണ്ട് കേട്ടോ, ഞാൻ അഭിനന്ദിക്കുന്നു. ഇതെത്രയാണ്? 1. അയ്യോ സാറേ, ഇത്രയും മിടുക്കരായ കൂട്ടുകാരായിരുന്നു ഇവർ. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ശരിക്കും കണ്ണടച്ചേ. കണ്ണടച്ചോ. അപ്പം നമ്മളെ പാട്ടൊന്ന് പാടാൻ പോവാണേ. നമ്മുടെ സൂസി വിളിക്കാൻ വേണ്ടി പോവുകയാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. സൂസി വാവായോ മോളെ, സൂസി. അയ്യോ, സൂസി എൻ്റെ കൈക്കെട്ടി കടിച്ചു. ശ്രദ്ധിച്ചിരുന്നോണം. അയ്യോ സാറേ, ഒരു കടി കിട്ടി. അയ്യോ സാരമില്ല, നിങ്ങൾ സൂസിയോട് വഴക്കുണ്ടാക്കരുത്. എനിക്കിട്ട് എന്തായാലും കൈ കടി കിട്ടി, സാരമില്ല. ഒന്ന് പാട്ട് പാടിക്കേ. സൂസി. അപ്പം എല്ലാ കൂട്ടുകാരും ഒരിക്കൽ കൂടി ഒന്ന് കണ്ണടച്ചിട്ട് നമ്മൾ പാടാൻ പോകുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. സൂസി വാവായോ മോളെ, സൂസി വാവായോ. സൂസി വാവായോ മോളെ, സൂസി വാവായോ. പാട്ട് നിർത്തരുത് കേട്ടോ, സൂസി തിരിച്ചു പോവേ. സൂസി വാവായോ മോളെ, സൂസി വാവായോ. സൂസി വാവായോ മോളെ, സൂസി വാവായോ. ഹലോ, നമ്മുടെ സൂസിനെ വിളിച്ചേ. ഹലോന്ന്. സൂസി, നമ്മുടെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായോ? അതെന്തോ കാരണം? നിങ്ങളെല്ലാം നല്ല മിടുക്കരാണ്. അയ്യോ, നിനക്ക് അങ്ങനെ തോന്നിയോ? ഇത്രയും നല്ല കൂട്ടുകാർ സൂസി വേറെ കണ്ടിട്ടില്ലെന്ന്. ഒന്ന് വിളിച്ചേ. നിങ്ങൾ നന്നായിട്ട് പാടിയെന്ന്. ആഹാ, ഞാൻ പറഞ്ഞില്ല ഇവരെല്ലാം നല്ല മിടുക്കരാണ്. സൂസി, നിനക്ക് പരിചയമുള്ള ആരെങ്കിലും കൊണ്ടുവന്ന് നോക്കി. വാവ് സൂസി. എവിടെ?
സൂസിയുടെ പേരിൽ ഇവിടെ ഒരു ആൻറ്റി ഉണ്ടെന്ന് പറഞ്ഞ്. ആഹാ എവിടെ? ആ ശരിയാണല്ലോ, ഒരേ ഉടുപ്പ്. നിങ്ങളപ്പോൾ ഒത്തോണ്ടായിരുന്നു ഇന്ന് വന്നതല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നല്ലൊരു കൈഡി കൊടുത്തേ സൂസിയെ. ഓക്കെ സുസി, നിനക്ക് വേറെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? ആര്? ആര്? എവിടെ? അയ്യോ അറിയാമോ? ആഹാ അറിയാമോ? സുഖാണോ എന്ന്. ഓക്കെ. അപ്പോൾ സുസി, നിനക്ക് പരിചയമുള്ള കൂട്ടുകാരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കി. കൂടെ പഠി എഴുന്നേറ്റ് വന്നേ, ഓടി വാ. അയ്യോ എങ്ങനെയാ പരിചയം? ഒരുമിച്ച് പഠിക്കുന്നതാണോ? ആഹാ, മോളുടെ പേരെന്താ? നവോമി. നവോമി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? UKG. UKG-യിൽ. സൂസി എത്രാം ക്ലാസ്? ഒന്നാം ക്ലാസ്സിലോ? അപ്പൊ നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നതാണോ നവോമി? തോറ്റുപോയോ? അയ്യോ തോറ്റുപോയോ? സാരമില്ല, UKG-യിലൊക്കെ തോറ്റുപോയെന്ന് ഓർത്ത് സാരമില്ല. തോറ്റുപോയായിരുന്നോ? തോറ്റുപോയോ? അയ്യോ സൂസി, നവോമി തോക്കാൻ വഴിയില്ലല്ലോ, നന്നായിട്ട് പഠിക്കുന്ന ആളല്ലേ. ആരോ ഒരാൾ കള്ളം പറയുന്നുണ്ടല്ലോ. സൂസിയാണോ നവോമിയാണോ? സൂസിയാണോ? സൂസി നീ ആണോ? ഷേടാ ഇല്ല. അപ്പൊ ആരാ? ഞാൻ ഒരു കാര്യം ചെയ്യാം, മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ ആരാണോ കരയുന്നത് അവരായിരിക്കും കള്ളം. നവോമി ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. സൂസ് സൂസ് ഈ കള്ളം പറയുന്ന നല്ല ശീലമാണോ? ആണോ? അല്ല. ഇത്രയും കൂട്ടുകാരെ മുന്നിൽ വെച്ച് നവോമി തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയത് നന്നായോ? നവോമിയോട് സോറി പറഞ്ഞ്. അയ്യോ നല്ല കൂട്ടുകാരല്ലേ. ഓ നല്ലൊരു കൈയടി കൊടുത്ത രണ്ടുപേർക്കും. ഓക്കെ, ഒരു പേന. അപ്പം നല്ലൊരു സമ്മാനം സൂസി തരാൻ പോവാണേ. കൊടുക്ക് സൂസി, കൂട്ടുകാരെ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ? കൊടുക്ക് സൂസി, കൂട്ടുകാരെ കളിപ്പിക്കരുത്. കൊടുത്തേ. ഓക്കെ, നല്ലൊരു കൈഡി എടുത്താൽ ഭൂമിക്ക്. പോയിരുന്നു കേട്ടോ, പോയിരുന്നു. ഓക്കെ. അപ്പോൾ സൂസി, എന്തിനാ നീ ഇങ്ങനെ കള്ളം പറഞ്ഞേ? ഇങ്ങനെ തമാശയ്ക്ക് നമ്മളൊക്കെ കള്ളം പറയാറുണ്ട്, നല്ല ശീലമാണോ? അല്ല. അപ്പോൾ കൂട്ടുകാർ ഓർക്കുക, നുണ പറയുന്നതും കള്ളം പറയുന്നതൊക്കെ ആരാണ്? സൂസിയാണോ? ചീത്ത കൂട്ടുകാരല്ലേ? ആ സൂസി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കള്ളം പറയരുത് കേട്ടോ. സൂസി, നിനക്ക് പരിചയമുള്ള വേറെ ആരെങ്കിലും? ആര്? നീല ഉടുപ്പിട്ടോ? അതോ? എഴുതിട്ട് വന്നേ. ആ ഓടുക. ആ എങ്ങനെയാ പരിചയം? അറിയാവോ? അമ്പട എങ്ങനെയാ പരിചയം? എനിക്ക് ഫേസ്ബുക്ക് വഴി അറിയാമോ? അമ്പട. മോൻ്റെ പേരെന്താ? യോഗേഷ്. എത്ര പഠിക്കുന്നത്? 5. എങ്ങനെ സൂസി? എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടോ? ഉണ്ടോ യോഗേഷ്? ഒരു കാര്യം അറിയണോ? എന്നോട് പറഞ്ഞു ഇന്നിവിടെ വന്നാ കാണാനും പറഞ്ഞു. ഇന്നിവിടെ വന്നാൽ കാണാമെന്നും പറഞ്ഞു സൂസിയോട്. പപ്പയുടെ ഫോൺ എടുത്താണ് അമ്മയുടെ ഫോൺ എടുത്താണ് അയക്കുന്നേ. അയച്ചോ? സൂസി, നമ്മുടെ നവോമിയോട് കള്ളം പറഞ്ഞ പോലെ പറയാനാണെങ്കിൽ ഞാൻ വെറുതെ വിടത്തില്ല. ആണോ? സത്യമാണോ? സോറി പറഞ്ഞേ, നമ്മുടെ യോഗേഷിന് സോറി പറഞ്ഞേ. കൂട്ടുകാരിങ്ങനെ കളിയാക്കുന്നത് ശരിയാണോ? സോറി പറ. ഞാൻ സോറി പറയാനല്ലേ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഇതിനാണോ നമ്മൾ VBSൽ വരുന്നേ, സ്കൂളിൽ പോകുന്നേ? അതല്ലേ ഞാൻ ചോദിച്ചത്. ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഓക്കെ. അപ്പം നമ്മൾ എപ്പോഴും അറിയേണ്ട കാര്യം എന്താണ്? ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ ടീച്ചർമാരെ കൂടെ പഠിപ്പിക്കും. ഓക്കെ, പഠിപ്പിക്കും. അപ്പോൾ സോറി ശരിക്കും പറഞ്ഞേ.
ഓക്കെ. അങ്കിള് വേന വേന വേനതാ വേനതാ. ഇതാ ഇന്നാ നന്നായിട്ട് എഴുതി കൊടു. ഓക്കെ. നല്ലൊരു കൈയടി കൊടുത്തേ ചേച്ചി, നല്ലൊരു കൈയടി. നല്ലൊരു ഗൈഡ് കൊടുക്കുന്നു. യെസ്. അപ്പോൾ സൂസി നിങ്ങൾക്ക് വേണ്ടി നല്ല ഒരു വാക്യം പഠിപ്പിക്കാൻ വേണ്ടി, വചനം പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. റെഡിയാണോ? റെഡിയാണോ? ശ്രദ്ധിച്ച് കേട്ടോണം. ഏതാ സൂസി പഠിപ്പിക്കുന്നത്? ശ്രദ്ധിച്ചു കേട്ടോണം കേട്ടോ. ആർ യു റെഡി? എന്താ പറഞ്ഞു? എന്താണ് പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ. സൂപ്പർ കേട്ടോ, സൂപ്പർ. ആ ഓക്കെ. അപ്പോൾ സൂസി പഠിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ച് കേട്ടോണേ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഞാൻ പറയുന്ന പോലെ പറയണം കേട്ടോ. സങ്കീർത്തനം 23 1. യഹോവ എന്റെ ഇടയനാകുന്നു. അങ്കിളെ ഞാൻ പഠിപ്പിച്ചോളെന്ന് പറഞ്ഞില്ല, പിന്നെ എന്തിനാ? സോറി. എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാ. വേണ്ട, ഞാൻ പഠിപ്പിച്ചോളാം. ശരി കേട്ടോ. സൂസി പഠിപ്പിക്കും. ഇവര് ശ്രദ്ധിച്ചിരിക്കട്ടോ. വഴക്കുണ്ടാക്കല്ലേ. അങ്കിളെ ഇവര് ശ്രദ്ധിച്ചിരിക്കുന്നില്ല. ശ്രദ്ധിച്ചിരുന്നോണം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? എന്താ? സങ്കീർത്തനം ഉറക്കെ പറഞ്ഞേ. 23 1. അങ്കിള് പറയില്ലേ? സങ്കീർത്തനം 23 ഒന്ന് അങ്കിള് പറയില്ലേന്നോ? അങ്ങനെയുണ്ടോ? അതല്ല, ഞാൻ പഠിപ്പിച്ചോളാം. ഓ സൂസി പഠിപ്പിക്കും കേട്ടോ. സങ്കീർത്തനം 23 1. യഹോവ എന്റെ ഇടയനാകുന്നു. ബാക്കി എന്തോ ഞാൻ മറന്നുപോയി. ആ പഠിപ്പിച്ചു, അറിയാതെ പറഞ്ഞതല്ലേ. ഞാൻ മറന്നുപോയിട്ടാണ്. കൂട്ടുകാരെന്നെ കളിയാക്കും. സൂസി അറിയാം, ഞാൻ പഠിപ്പിക്കാതെ പറഞ്ഞതല്ല. വിനോയങ്ങളെ ഒന്ന് പറഞ്ഞുതരാവോ ബാക്കി? യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടായില്ല. വൗ! കിട്ടിയോ? എനിക്ക് കിട്ടി. അങ്കിള് പറഞ്ഞില്ലേ? വിനോയങ്ങള് പറഞ്ഞില്ലേ? താങ്ക് യു അങ്കിള്, താങ്ക് യു. ഓക്കെ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടായില്ല. പഠിച്ചോ? സിമ്പിൾ അല്ലേ? പാരാ 2 ബോയ്സിൽ നിന്നും ഗേൾസ് ഓരോരുത്തർ ഓടി വന്നേ. ഓടി വരുന്നു. ഓടി വാ. ഇങ്ങോട്ട് വാ കൊച്ചേ. പറഞ്ഞു. മോളുടെ പേരെന്താ? ദിവ്ന. ദിവ്ന എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ാം ക്ലാസ്സിലാണോ? ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. പറഞ്ഞോ. ചിണ്ടക്കി ടീച്ചറുടെ പേരെന്താ? ടീച്ചറുടെ പേര് പറ. പ്രിൻസി. പ്രിൻസി ടീച്ചർ നല്ല ടീച്ചറാണോ? നന്നായിട്ട് പഠിക്കോ? നന്നായിട്ട് പഠിക്കാറുണ്ടോ? ഒന്ന് വാക്യം പറഞ്ഞോ. ഓക്കേ. വാക്യം പറ. ഓക്കേ. വാക്യം പറയാൻ ഞാൻ പഠിപ്പിച്ച കാര്യമില്ലേ ഇപ്പോ? അത് പറ. യഹോവ. യഹോവയല്ല യഹോവ. സൂസ്. നമ്മുടെ കൂട്ടുകാരെടുത്ത് വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ. ഈ കൊച്ചു ശരിക്കും പഠിച്ചു. കൊച്ചു ശരിക്കും പഠിച്ചല്ലോ. പറയത്തില്ലേ കൂട്ടുകാരോട് വഴക്കുണ്ടാക്കരുത് കേട്ടോ. നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കാറുണ്ടോ തമ്മിൽ? കണ്ടോ, അവരൊക്കെ നല്ല മിടുക്കരാ കൂട്ടുകാർ. ഇങ്ങനെ ഇങ്ങ് വന്നേ. ദിവ്ന പറഞ്ഞു, നന്നായിട്ട് പഠിഞ്ഞോ. സൂസി, നീ വഴക്കുണ്ടാക്കരുത് കേട്ടോ. ഇല്ല, ഞാൻ പറയുന്നില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു. ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഇടയനാകുന്നു എനിക്ക്. സൂസ്, ഞാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് സൂസ് പറഞ്ഞു. എനിക്ക് മുട്ടുണ്ടാകില്ല. അങ്കിളെ വേനതാ, വേനതാ, വേന. നമുക്ക് പോരാ. ഇങ്ങോട്ട് ഓടി, ഓടി, ഓടി. ഇന്നാ. താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് പോ. ശരി, ശരി. ഓക്കെ. അപ്പോൾ ഇവിടെ ആരോ ഒരാൾ ബോയ്സിൽ നിന്ന് ഒരാൾ ഓടിവാ. വാക്യം പറയാൻ പറ്റുന്ന ഒരാൾ ഓടിവാ. നമ്മളൊരു മിടുക്കനായ കൂട്ടുകാരൻ വരുന്നുണ്ട്. യെസ്. മോൻ്റെ പേരെന്താ? ശ്യാമൂൽ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എന്നെ ഇഷ്ടമാണോ? സൂസ്. എത്രാം ക്ലാസ്സിലാണ്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? തേക്കോട്ട സ്കൂളിൽ. നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? നന്നായിട്ട് പഠിക്കണം കേട്ടോ. പറഞ്ഞു. യഹോവ എന്റെ ഇടയനാകുന്നു. സൂസ്. പറഞ്ഞു തീർക്കട്ടെ കേട്ടോ. എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവില്ല. ശരി, ശരി. അങ്കിളെ സമ്മാനം ഇന്ന് എടുത്തോ.
ഓക്കെ. അപ്പം നമ്മുടെ സൂസി പഠിപ്പിച്ച ബാക്കി എല്ലാവരും പഠിച്ചോ? അപ്പം എല്ലാവരും ഒരുമിച്ചൊന്ന് പറഞ്ഞേ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടായില്ല. മുട്ടുണ്ടാകില്ല. അപ്പം നമ്മുടെ സൂസിയെ നമ്മൾ പറഞ്ഞു വിടാൻ വേണ്ടി പോവാണ്. പറഞ്ഞു വിട്ടാലോ? വേണ്ട, വേണ്ട, ഞാൻ പോകത്തില്ല, എന്നെ വിടേ. പറഞ്ഞു വിടട്ടെ? എന്റെ കാര്യം പിടിച്ച് ഒരിക്കലും വിട്ടോ. അപ്പോൾ സൂസി നല്ലൊരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടാൻ പോകാൻ റെഡിയാണോ? ഏത് പാട്ടാ സൂസി പാടുന്നേ? ഞാൻ ഇവിടെ പോണേ. ശ്രദ്ധിച്ചു കേട്ടോ, സൂസി ഒരു പാട്ട് പാടാൻ പോകുന്നു. ശാസ്ത്രീയ സംഗീതം. ശാസ്ത്രീയ സംഗീതമോ? കൂട്ടുകാർക്ക് അറിയാവോ? സൂസിക്ക് അറിയാവോ? എനിക്കറിയാം. സൂസി എത്ര വർഷമായിട്ട് പഠിക്കുന്നുണ്ട്? 5 വർഷം. 5 വർഷം. സൂസിക്ക് എത്ര വയസ്സായി? 5 വയസ്സ്. അപ്പം ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് പഠിക്കുന്നു. ജനിച്ചപ്പോൾ തൊട്ട് പഠിക്കുന്നതാ സൂസി കേട്ടോ. അപ്പോൾ കൊച്ചേന്റെ കാര്യം പിടിച്ച് ഒരിക്കലും അപ്പോൾ ഇതാ സൂസി പാടാൻ പോകണം. റെഡി? ഏത് പാട്ടാ? ശാസ്ത്രീയ സംഗീതം. ശരി. സൂസ് സാധകം ചെയ്ത സാധകം ചെയ്തതാണല്ലേ? പഠിക്കോ കേട്ടോ. മതി. പഠിക്കണേ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇതാണോ ശാസ്ത്രീയ സംഗീതം? അയ്യോ, ഇത് നമ്മുടെ കൂട്ടുകാർക്ക് അറിയാലോ, നിങ്ങൾക്കറിയത്തില്ലേ? ഒന്ന് പാടിക്കേ. എന്ത് പറ്റി? നന്നായിട്ട് പാടിയല്ലോ ഇവര്. ഇങ്ങനെയല്ല പാടുന്നത്. പിന്നെങ്ങനെയാ? ഞാൻ പാടിക്കാൻ ശ്രദ്ധിച്ചോണേ. കാക്കേ കാക്കേ കൂടെ വീട്, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് ബൂസ്റ്റ് കൊടുക്കാൻ ഞാൻ കുഞ്ഞിന് കരയൂൽ. കുഞ്ഞിന് ബൂസ്റ്റോ? അങ്ങനെയാണോ പാടിയേ? സൂസ് അങ്കിളെ കേട്ടിട്ടില്ലേ? ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ഓ, അതുകൊണ്ടാണോ? അപ്പൊ നല്ലൊരു കൈഡി കൊടുത്തേ സൂസിക്ക്. സൂസി, നമുക്ക് അങ്ങനത്തെ പാട്ടല്ല വേണ്ടത്. നമുക്ക് നല്ല VBSൽ പാടാൻ പറ്റിയ, ഇവിടെ അങ്കിൾമാരൊക്കെ ബേബിച്ചനങ്ങളും നമ്മുടെ അങ്കിൾമാരൊക്കെ പഠിപ്പിച്ചപ്പോൾ നല്ല പാട്ട്, അതറിയാവോ സൂസിക്ക്? എനിക്കറിയാം. സൂസിക്ക് അറിയാം അല്ലേ? അപ്പോൾ സൂസി ഒന്ന് പാടാൻ പോണേ. ശ്രദ്ധിച്ച് കേട്ടോണം. റെഡി? 1 2 3 സ്റ്റാർട്ട്. നല്ല പാട്ട് പാടുമല്ലോ. റെഡിയാണോ? മതി, സാധകം ചെയ്യണം. കുഞ്ഞു വെട്ടമേ, വർണ്ണവട്ടമേ, ഉയരങ്ങൾ തേടി നീ പോകുവതെന്തേ? കഴിഞ്ഞോ? ഇല്ല. പിന്നെങ്ങനാ? ആകാശം കാണുവാൻ പോവുകയാണോ നീ? ആകാശക്കാഴ്ചകൾക്ക് എത്ര ഭംഗിയോ, കൗതുകത്തോടെന്നെ നോക്കുവന്നു ചങ്ങാതി. ആകാശം കാണുവാൻ പോകുകയല്ല ഞാൻ, ഉയരത്തു വസിക്കും യേശുവെ കാണാൻ. ഉള്ളം കൊതിക്കയാൽ പോകുകയാണ് ഞാൻ. സൂസ് സൂസ്. യെസ്. അയ്യോ, ഞാൻ വിചാരിച്ച വഴിക്കങ്ങ് പോയി. ഇത്രയും റിസ്ക് പിടിച്ച് പാടിയിട്ട് ഇത്രയും കയ്യടിയേ ഉള്ളൂ സൂസിക്ക്. വാ, ഇഷ്ടപ്പെട്ടോ സൂസി? ഒരു കയ്യടി കൊടുത്തേ സൂസിക്ക്. അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമിന് സൂസി, നമ്മുടെ കൂട്ടുകാരുടെ അതിമനോഹരമായ പാട്ടും പ്രോഗ്രാമൊക്കെ ഇവിടെ ഉണ്ട്. സത്യമാണോ? ഉണ്ട്. നമ്മൾ കാണാൻ പോവാണ്. സൂസി ഉണ്ടോ? ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ സൂസിയെ പറഞ്ഞു വിടാൻ പോവാണ്. പറഞ്ഞു വിട്ടാലോ? ഒരു കാര്യം ചെയ്താലോ? നമ്മൾ ആദ്യം പാടി. സൂസി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറന്നോ? എന്തൊക്കെ പറഞ്ഞു സൂസി ഇന്നിവിടെ? കള്ളം പറയരുത്, കൂട്ടുകാരെ കളിയാക്കരുത്, പിന്നെന്ത് ചെയ്യരുത്? അതും പറഞ്ഞു സൂസി അല്ലേ? ഓക്കെ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ സൂസി പറഞ്ഞു. ഇനി ഒരുപാടുണ്ട്. സമയം പോയതുകൊണ്ട് ഞങ്ങളിവിടെ നിർത്തിയാണ്. അയ്യോ, സൂസി പോകത്തില്ലെന്ന്. എന്താ ചെയ്ത്? പറഞ്ഞു വിടണോ? ഒരു കാര്യം ചെയ്താലോ? നമ്മൾ ആദ്യം പാട്ട് പാടുമ്പോൾ സൂസി ഉറങ്ങിക്കോളൂ. ഏത് പാട്ടായിരുന്നു? സൂസി വാവ. അയ്യോ, വാവ എന്ന് പറഞ്ഞു പിന്നെ വരത്തില്ല സാറേ. സൂസി പോന്ന് പാടണം കേട്ടോ. എല്ലാവരും ഒന്ന് പാടിക്കേ, കണ്ണടച്ചിട്ട് പാടിക്കേ. സൂസി പോ മോള്, സൂസി പോ സൂസി പോ. ഉറങ്ങിയില്ലെന്ന് സൂസി. ഒരു കാര്യം ചെയ്താലോ? എല്ലാവരും ആത്മാർത്ഥയോടെ കണ്ണടച്ചേ, എന്നിട്ട് ഒന്ന് പാടിക്കേ.
റെഡി 1 2 3 സ്റ്റാർട്ട്. വാ പോ മോളെ സൂസി പോ പോ പോ. ആ സൂസി പോ 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 മോളെ സൂസി പോ പോ പോ. സൂസി അയ്യോ, അയ്യോ, ആങ്ങളെ, ഞാൻ പോകുന്നില്ല. അയ്യോ, എന്നെ പറഞ്ഞു വിടല്ലേ, ആങ്ങളെ. ഞാൻ പോകുന്നില്ല. ഈ കൂട്ടുകാരെ ഇട്ടിട്ട് ഞാൻ പോകുന്നില്ല. അയ്യോ, എന്നെ വിടൂ, ആങ്ങളെ. ഹലോ കൂട്ടുകാരെ, നമ്മുടെ സൂസിക്കുട്ടി ഇഷ്ടമായോ? യെസ്. അപ്പം നല്ലൊരു കൈഡ് കൊടുത്തേ. ഓക്കെ. അപ്പോൾ സൂസി പറഞ്ഞ കാര്യങ്ങൾ ഒത്തിരി നിങ്ങൾ ചിരിച്ചൊക്കെ ശരി തന്നെ. പക്ഷേ സൂസി പറഞ്ഞ ഒത്തിരി നല്ല കാര്യമുണ്ടല്ലേ. ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മളെല്ലാം നല്ല കൂട്ടുകാരായിരിക്കണം, കള്ളം പറയാത്ത അല്ലേ, സത്യസന്ധരായ വിശ്വസ്തരായ കൂട്ടുകാരായിരിക്കണം. പിന്നെ അടുത്തൊരു കാര്യം, നിങ്ങളുടെ കൂട്ടുകാരെ ഒരിക്കലും നിങ്ങൾ കളിയാക്കരുത്. എന്ത് ചെയ്യരുത്? നല്ല സ്നേഹമുള്ള, പരസ്പരം സ്നേഹിക്കുന്ന നല്ല കൂട്ടുകാരായിട്ട് മാറണം. ആർ യു റെഡി? ഓക്കെ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു പ്രോഗ്രാമുമായി നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ. താങ്ക് യു സോ മച്ച്.